എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി മാസം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. ഈ ദിവസങ്ങൾ തീരും മുൻപ് തന്നെ സാമ്പത്തിക യോഗത്താൽ ലക്ഷപ്രഭുക്കളാക്കാൻ യോഗം ലഭിക്കുന്ന നക്ഷത്രജാതകരെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങൾ തേടിവരുന്ന നക്ഷത്രജാതകരെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ആദ്യം തന്നെ തിരുവാതിര നക്ഷത്രജാതകരെക്കുറിച്ച്. തിരുവാതിര നക്ഷത്രജാതകർക്ക് ഇനിയുള്ള കുറച്ച് ദിവസം അനുകൂല സമയമാണ്. സ്വന്തം പ്രയത്നം കൊണ്ടോ ഇല്ലെങ്കിൽ സ്നേഹിതരുടെയോ ബന്ധുക്കളുടെയോ സഹായം കൊണ്ടോ ചില ഭാഗ്യ അനുഭവങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. വരും ദിവസങ്ങളിൽ ഇവരെ കുറച്ച് സന്തോഷ വാർത്തകളും കാത്തിരിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിന് സാമ്പത്തികമായിട്ട് കുറച്ച് സമയം ഇവർക്ക് ലഭിക്കും. കല, കവിത രചന എന്നിവയിൽ പ്രാവീണ്യം ഉള്ളവർക്ക് അത് കൂടുതൽ പഠിക്കുന്നതിനും തദ്വാര നേട്ടങ്ങളും കീർത്തിയും ഉണ്ടാക്കുവാനും അവസരം ലഭിക്കും. സന്താനങ്ങൾക്ക് അപ്രതീക്ഷിതമായി നല്ല തൊഴിൽ കിട്ടുന്നതിനും വിദേശവാസത്തിനും യോഗം കാണുന്നുണ്ട്. വിവാഹം മുടങ്ങിയിരുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും. സൂര്യൻ്റെ സഹായ സ്ഥാനസ്ഥിതി സ്ഥാനക്കയറ്റം സമ്മാനിക്കും. ഇഷ്ടദേവതാ ചൈതന്യം, നാനാരീതിയിൽ ഉള്ള വരുമാനം എന്നിവ സമ്മാനിക്കും. ഭാഷാ പരിജ്ഞാന പരിമിതി ഉള്ളവർക്ക് പരിശീലനത്തിലൂടെ വിജയം നേടാൻ സാധിക്കും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ട് ഭവിക്കും. ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരത്തിന് ശാസ്താവിന് നീരാജനം, ശിവന് ജലധാര, ഗണപതിക്ക് അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി പൂയം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. പൂയം നക്ഷത്രക്കാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് അനുകൂലമായി തന്നെ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള എല്ലാ വാതിലുകളും ഇവരുടെ മുൻപിൽ തുറന്നു കിട്ടുന്ന സമയമാണ്. കർമ്മസ്ഥാനവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനാൽ കർഷകർക്കും അതുപോലെ വ്യവസായികൾക്കും ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൈത്തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകുവാൻ ഒരു അവസരം ലഭിക്കും. ഇനിയുള്ള ദിവസങ്ങൾ സാമ്പത്തിക നേട്ടവും അഭിവൃദ്ധിയും ലഭിക്കുന്ന ദിവസങ്ങളാണ്. പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് സമയം അനുകൂലം. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠനത്തിന് യോഗവും അവിടെ ഒരു തൊഴിൽ ഭാഗ്യവും കാത്തിരിക്കുന്നുണ്ട്. ഭർതൃസൗഖ്യം, വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സ്വദേശത്ത് വന്നു ചേർന്ന് ബന്ധുക്കളോടൊപ്പം സമയം ചിലവഴിക്കാൻ അവസരം എന്നിവ കാണുന്നുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹവും തൊഴിൽ രംഗത്ത് അനുകൂലമായി വന്നു ചേരും. കുടുംബസ്വത്തുക്കൾ വരുന്നതിന് സാധ്യതകൾ കൂടുതലാണ്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവയുണ്ടാകും. വാതരക്തസംബന്ധമായ അസുഖങ്ങൾ ചികിത്സ ആവശ്യമായിട്ട് വരും. പൂർവികർക്ക് വേണ്ടി പുണ്യസൽക്കർമ്മങ്ങൾ നടത്തുന്നത് ഈ കൂറുകാർക്ക് ഐശ്വര്യം നൽകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് അർച്ചന, ദേവിക്ക് കുങ്കുമാർച്ചന, ശിവന് ജലധാര എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി പൂരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. സൂര്യൻ്റെ സ്ഥാനവും ശുക്രൻ്റെ സ്ഥാനവും അനുകൂലമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഇവരെ വിട്ടൊഴിയുന്ന സമയമാണ്. ബന്ധുക്കൾ, കുടുംബ സുഹൃത്തുക്കൾ എന്നിവരുടെ സമാഗമത്തിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ലഭിക്കും. നവീന ചിന്തകൾ മനസ്സിൽ ഉരുത്തിരിയും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷാ വിജയം. എഴുത്തുകുത്തുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും നേട്ടങ്ങൾ. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം. ചിലർക്ക് ഉന്നത പദവികൾ വഹിക്കുന്നതിനുള്ള അവസരം കിട്ടും. സന്താനങ്ങളെ കൊണ്ട് സുഖം, സന്തോഷം എന്നിവ ഉണ്ടാകും. ഗൃഹനിർമ്മാണാദി കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരും.
ട്രസ്റ്റ്, കമ്മിറ്റികൾ എന്നിവയിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. ഇവർ ഒരു ലോട്ടറി പരീക്ഷണം നടത്തിയാൽ ഏറ്റവും അനുകൂല അവസ്ഥകൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. സന്താനങ്ങളിൽ നിന്നും, ഗൃഹത്തിൽ നിന്നും, സർക്കാരിൽ നിന്നും നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ഇടവിട്ട് അനുഭവപ്പെടുന്ന തലവേദന, അതിനുള്ള യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കി വേണ്ട ചികിത്സയിലൂടെ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഉഷ്ണരോഗങ്ങൾ ഇടവിട്ട് ശല്യം ചെയ്യുന്നതിനുള്ള സാധ്യതകളും ഇവരിൽ കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ജലധാര, മുരുകന് പഞ്ചാമൃത അഭിഷേകം, ഇഷ്ടദേവതാ വന്ദനം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർക്ക് സാങ്കേതിക വിദ്യാ പഠനത്തിന് ഉത്തമ കാലം. കൃഷി, വ്യവസായം എന്നിവയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭം ലഭിക്കും. ഊഹക്കച്ചവടം, പുനർനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ധനലാഭം പ്രതീക്ഷിച്ചു തുടങ്ങുന്ന എല്ലാ പദ്ധതികളും പ്രതീക്ഷയ്ക്കൊത്ത് ഫലപ്രാപ്തിയിൽ എത്തും. സന്താനങ്ങളിൽ നിന്നും പൂർണ്ണമായ അനുകൂല സമീപനം ഉണ്ടാകുമെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിശ്ചയിച്ച വിവാഹം അനുകൂല സ്ഥിതിയിൽ വന്നു ചേരും. കായിക രംഗത്തുള്ളവർക്ക് കാലം ഉത്തമമാണ്. പല നല്ല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ മാറി അനുകൂല അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. തൽക്കാലം വ്യാപാര ബന്ധമായും മറ്റും പണം മുടക്കാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് പാൽപായസം, നാഗക്ഷേത്ര ദർശനം, 100 പാലും വഴിപാടുകൾ എന്നിവ നടത്തുന്നത് ഏറെ ഗുണം ചെയ്യുന്ന ദിവസങ്ങളാണ് ഇവർക്ക് വരാനിരിക്കുന്നത്. ഇനി നമുക്ക് അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർക്ക് അഷ്ടമത്തിൽ ആദിത്യനും ചൊവ്വയും ബുധനും ശുക്രനും, കർമ്മത്തിൽ കേതുവും നിൽക്കുന്ന സമയമാണ്. ഇനി വരുന്ന ദിവസങ്ങൾ ചില തർക്കവിഷയങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ധനനഷ്ടങ്ങളും ഇതിൽ നിന്ന് വിട്ടൊഴിയും. വ്യാഴന്റെ സ്ഥിതി മൂലം എത്ര തന്നെ മറ്റുള്ളവരുടെ പക്ഷത്തു നിന്ന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചാലും അവ വളരെ വേഗം തരണം ചെയ്ത് വിജയത്തിൽ എത്താൻ സാധിക്കുന്ന ദിവസങ്ങളാണ് അത്തം നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് സെലക്ഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. പൂർവികരിൽ നിന്നുള്ള അനുഗ്രഹാശിസ്സുകളോടെ കുടുംബക്ഷേത്ര പുനരുദ്ധാരണത്തിന് അവസരവും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. വിദേശവാസത്തിനും താമസത്തിനും ഉള്ള സാഹചര്യവും ലഭിക്കും. 55, 67, 73, 62 എന്നീ സംഖ്യകളിൽ ഉള്ള ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ ഈ ഒരു സമയത്ത് ചില സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെ. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഹനുമാന് വടമാല, ശിവന് ജലധാര, ദേവിക്ക് ഹാരാർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് സഹായസ്ഥാനത്ത് വ്യാഴനും സർപ്പവും നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് നല്ല പ്രവൃത്തികൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഭാഗ്യസ്ഥാനത്ത് കേതുവും വളരെ അനുഗ്രഹങ്ങൾ വാരിച്ചോരി കുരിയുന്നുണ്ട്. പൂർവികമായി കുടുംബദോഷവും സർപ്പദോഷവും ഉള്ള ഇവർക്ക് ഈ ജനുവരി മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ദോഷങ്ങളിൽ നിന്ന് ഒരു ശമനം പ്രതീക്ഷിക്കാം. സൽക്കർമ്മങ്ങളും ദാനധർമാദികളും വഴി ദോഷപരിഹാരം നേടാൻ സാധിക്കും. ശനിരാശിയിൽ തന്നെ നിൽക്കുന്നതിനാൽ പൊതുവെ നല്ല മടി സ്വഭാവം കാണിക്കാനും സാധ്യതകൾ കൂടുതലാണ്. തടങ്കലിൽ പെട്ടതുപോലെയുള്ള അവസ്ഥാവിശേഷങ്ങളിൽ നിന്ന് പയ്യെക്കൊണ്ട് കരകയറും. ഇണകൾ തമ്മിൽ സൗന്ദര്യ പിണക്കത്തിന് സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ പ്രയത്നത്താലും സഹായത്താലും വ്യവസായത്തിൽ നിന്ന് ധനലാഭം കൊയ്യാനും ഇവർക്ക് സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് പുണ്യക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി രേവതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഭാഗ്യ അനുഭവങ്ങൾ കയ്യെത്തും ദൂരത്തുണ്ട്. തൽക്കാലം അനുഭവഭേദ്യമാകില്ലെങ്കിലും ഈ ജനുവരി മാസം അവസാനിക്കുന്ന ദിവസം ഇതിൻ്റെ ലഭിക്കുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. കടബാധ്യതകൾ മെല്ലെ തീർക്കുവാൻ കഴിയും. നല്ല ഗൃഹം നിർമ്മിക്കുന്നതിനുള്ള ആഗ്രഹം സഫലീകരിക്കും. അമിത ബാധ്യതകൾ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. 1 അടി മുന്നോട്ടും 2 അടി പിന്നോട്ടും എന്ന നാടൻ പ്രയോഗം പോലെ
അല്പകാലം കൂടി ക്ഷമയോട് പ്രവർത്തിക്കാൻ ഒന്ന് ശ്രമിക്കുക. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് നീരാജനം, ശിവന് ജലധാര, ഹനുമാന് വടമാല എന്നിവ നടത്തി പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക.